ഇതെവിടുത്തെ ബെൽറ്റ്? അഫ്സലെ കുറച്ച് കരിയോലിയും കണ്ടാ, കുറച്ച് മുഖത്തും കയ്യിലൊക്കെ തേക്കാനാ. നാട്ടുകാരറിയട്ടാ കുറച്ച് ഇവിടെ പണിയുണ്ടെന്ന്. ഏതായാലും ഒരു പൊട്ടം വരണേ. എന്തോടാ അവന്റെ പ്രശ്നം? എന്തുവാ എന്താന്ന് അറിയാൻ വയ്യ. ഇത് കണ്ട, കൈ ഒടുക്കുമ്പോ വണ്ടി നീങ്ങുക. ആക്സിഡന്റ് തിരിച്ചാലേ വണ്ടി ഫ്രണ്ടിലോട്ട് പോകത്തുള്ളൂ. അത് എന്റെ കുറ്റമല്ല. പിന്നെ ഇത് കണ്ട, ഇങ്ങോട്ടാകുമ്പോ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട്. ഇത് പണിയാ. കണ്ടാ താളവേ ശരിയല്ല, ഫുൾ എഞ്ചിൻ പണിയാ. മൊത്തത്തിൽ പണിയാ പറ്റൂ. ചേടാ 15,000 രൂപയ്ക്ക് ഒരു ഡോക്ടറിന്റെ ഫേസ്ബുക്കിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയാ. ചുളിവിന് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അയാളെ പറ്റിച്ചെന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾ എന്നെ പറ്റിച്ചല്ലേ. 15 രൂപയ്ക്ക് എടുത്ത വണ്ടി ഇപ്പൊ 3 ലക്ഷം രൂപയുടെ പണിയായി. ഇതുകൊണ്ട് എനിക്ക് പുതിയ കാർ എടുത്തുകൂടായിരുന്ന. അവൻ തന്നെ കർമ്മ, അവനെന്നെ പറ്റി. നിങ്ങൾക്ക് അറിയാം അവനെ? അയ്യോ അതല്ല, അതുവിടെ വണ്ടി മൊത്തം ഒരു 15,000 രൂപയുടെ പണിയുണ്ട്. നീ ആയോണ്ട് 5,000 രൂപ സെറ്റ് ആക്കാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക. പോട്ടെ, നമ്മുടെ വയ്യനല്ലേ നീ. പോയിട്ട് ഓക്കെ പണിയാ പണിയുള്ള അഫ്സലേ, ഈ വണ്ടി കയറ്റി സൗണ്ട് പണിയുണ്ട്. എഞ്ചിൻ വേണ്ട, സൈലൻസർ വേണ്ട. സൈലൻസറും വേണ്ട, എഞ്ചിനും വേണ്ട. പിന്നെ എന്തിനാ നിനക്ക് വണ്ടി? വണ്ടിയില്ലാത്തൊരു വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. അപ്പൊ അമ്മി ചേട്ടാ, എഞ്ചിൻ വേണം, സൈലൻസർ വേണ്ട. നാളെ എന്റെ കോളേജിൽ പരിപാടിയുണ്ട്. എന്റെ വണ്ടിയിലേക്ക് കിട്ടും. ഇതിന്റെ സൗണ്ട് അങ്ങനെ ആ സൗണ്ട് വേണം വണ്ടിക്ക്. എല്ലാം ശരിയാക്കാം. നീ പോയിട്ട് നാളോ വരുമ്പോ ഒരു 10,000 കേട്ടോ. അഫ്സലേ, ഈ വണ്ടി കൂടെ ഷെഡി കേട്ടാ. അപ്പൊ നാളെ ഞാൻ പറഞ്ഞ കാര്യം പറയണ്ട. നാളെ വരും എന്റെ വണ്ടി കോളേജിൽ. അഫ്സലെ, എത്ര നേരമാണോ വണ്ടി കയറ്റാൻ പറഞ്ഞിട്ട്? ഇടുക്കിനാ നിന്റെ കൈ കുരുവാളാ.